ഹിമാചൽ പ്രദേശിലെ ഉന ഹിമാചൽ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ജിന്ദ് എന്ന സ്ഥലത്തേക്ക് പോകണം, ഹരിയാനയിലെ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉന സ്റ്റേഷനിലാണ്. നമ്മൾ ഉനയിൽ നിന്നും ചണ്ഡീഗഡ്, അംബാല, കുരുക്ഷേത്ര വഴി ജിന്ദ് പോവുകയാണ് ദൗലത്പൂർ ചൗക്ക് ഗാന്ധിനഗർ എക്സ്പ്രസ്സിന്. അപ്പോൾ ഈ ഉന ഹിമാചൽ സ്റ്റേഷൻ ഒരു വെറൈറ്റി ടൈപ്പ് സ്റ്റേഷനാണ്, കൊള്ളാം സ്റ്റേഷൻ കേട്ടോ. ഇതാണ് സ്റ്റേഷൻ്റെ ബിൽഡിങ്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ സംഭവങ്ങളൊക്കെ. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ. താഴോട്ടിറങ്ങി ഇതാകെ രണ്ട് പ്ലാറ്റ്ഫോം മാത്രമുള്ളൊരു സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ നിന്ന് വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, താഴോട്ടിറങ്ങി ഇവിടെ വന്നിട്ടാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. നൈസ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ മഴ പെയ്യുകയാണ്, അടിപൊളിയായിരിക്കും. കുഞ്ഞൊരു സ്റ്റേഷനാണ്, കാരണം സിംഗിൾ ലൈൻ സ്ട്രെച്ചല്ല, 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഇത് ഇൻഡോറിൽ വന്നൊരു വണ്ടിയാണ്. ഉന ഹിമാചൽ വരെ വന്ന ഇൻഡോർ ഉന ഹിമാചൽ എക്സ്പ്രസ് അതേ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു ട്രെയിൻ യാത്രയാണ്. സ്ലീപ്പറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് നല്ല കട്ട വെയിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തള്ളം നോക്കിയിരിക്കുകയാണ്. എൻ്റെ വണ്ടി 3 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ഗാന്ധിനഗറിൽ നിന്ന് ദൗലത്പൂർ ചൗക്ക് പോകുന്ന ആ സെയിം വണ്ടിയാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് 3 മണിക്ക് കയറും. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഇൻഡോർ വണ്ടി ഇവിടെ നിന്ന് 1:50 കേട്ടോ. അതിൻ്റെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു സിംഗിൾ ലൈൻ റൂട്ടാണ്. ചണ്ഡീഗഡ് തുടങ്ങി നങ്കൽ ഡാം വഴി അംബന്തോര, ദൗലത്പൂർ ചൗക്ക് വരെ പോകുന്ന ഒരു സിംഗിൾ ലൈൻ, ഒരു ബ്രാഞ്ച് ലൈനാണ് കേട്ടോ. അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ നിന്നുണ്ട്. ഈ ദൗലത്പൂർ ചൗക്കിൽ നിന്ന് ഒരു ജനശതാബ്ദി ഉണ്ട്. പിന്നെ അംബന്തോര എന്ന സ്ഥലത്ത് നിന്ന് ഡൽഹിക്ക് ഒരു വന്ദേ ഭാരത് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഡൽഹിക്ക് പോകുന്ന എല്ലാ വണ്ടികളും ഉണ്ട്. പിന്നെ ഈ അംബന്തോര എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നാന്ദേഡിലേക്കൊരു വീക്ക്ലി ഒരു സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. കാരണം ഈ ഭാഗത്ത് കുറേ ഗുരുദ്വാര സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം പഞ്ചാബാണല്ലോ ഇത്, നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പഞ്ചാബാണ്. അപ്പോൾ അവിടെ കുറേ ഗുരുദ്വാര സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാന്ദേഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടെ ഇവിടെ നിന്നുണ്ട്. ആക്ച്വലി ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ശരിക്കും ഡൈവേർട്ടായി വരുന്നത് മൊറിൻഡ ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട് ചണ്ഡീഗഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ മൊറിൻഡയിൽ നിന്നും ശരിക്കും ഈ പട്ടാൻകോട്ട് ജലന്ധർ ലൈനിലെ ഒരു സ്ഥലമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് ലൈനാണിത്. ആ ലൈനിൻ്റെ ഇപ്പോൾ പണി കഴിഞ്ഞിരിക്കുന്നത് കർത്തോളി എന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ലൈൻ പണിത് കഴിഞ്ഞാൽ വണ്ടി ഇവിടം വരെ പോകും. മറ്റേ മുക്കേരിയ എന്ന സ്ഥലമുണ്ട്, അതായത് പട്ടാൻകോട്ട് ജലന്ധർ റൂട്ടിൽ. അപ്പോൾ ആ ഒരു റൂട്ടായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ലൈനാണിത്. അപ്പോൾ ഈ ബ്രാഞ്ച് ലൈൻ പണിയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പണിത് ഇപ്പം കർത്തോളി എന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഈ കർത്തോളിയിൽ നിന്ന് വണ്ടികളുണ്ട്, പിന്നെ ഈ ദൗലത്പൂർ ചൗക്കിൽ നിന്ന് വണ്ടികളുണ്ട്, അംബന്തോരയിൽ നിന്ന് വണ്ടിയുണ്ട്, ഉന ഹിമാചൽ എന്ന ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയുണ്ട്, പിന്നെ നങ്കൽ ഡാമിൽ നിന്ന് വണ്ടിയുണ്ട്. അപ്പോൾ ഈ പല സ്ഥലത്തു നിന്നും പല ഇൻ്റർസിറ്റി ട്രെയിൻസൊക്കെ ഉണ്ട്. ഡൽഹിയായിട്ട് കണക്ട് ചെയ്യുന്ന അമൃത്സർ, ചണ്ഡീഗഡൊക്കെ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഓരോ വണ്ടികളൊക്കെ ഉണ്ട്, ഡെയിലി വണ്ടികൾ, ഇൻ്റർസിറ്റി ടൈപ്പ് വണ്ടികളല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റൂട്ടാണിത്. അതായത് മൊറിൻഡ ജംഗ്ഷൻ, ചണ്ഡീഗഡിൽ നിന്ന് കുറച്ചുകൂടെ മാറിയുള്ള മൊറിൻഡ ജംഗ്ഷനിൽ നിന്നും പട്ടാൻകോട്ട് ജലന്ധർ ലൈനിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണിത്. അപ്പോൾ ഇത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ ലൈനിൽ തിരിച്ച് നങ്കൽ ഡാമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമുക്ക് ലഡാക്കിലേക്ക് പണിയുന്ന റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഒരു സ്റ്റേഷനുണ്ട്, കിരത്പൂർ സാഹിബ്, അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് ഈ ലേയിലേക്കുള്ള ലൈൻ പണിയുന്നത്. ലഡാക്കിലേക്കൊക്കെ റെയിൽവേ ലൈൻ വരുന്നുണ്ട്, അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണിയുന്ന ലൈൻ നമുക്ക് കാണാൻ പറ്റും, കാണിച്ചു തരാം. ഗാന്ധിനഗറിൽ നിന്നും ദൗലത്പൂർ ചൗക്ക് വരെ പോകുന്ന വണ്ടി. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കാണ് തിരിച്ച് നമ്മൾ ജിന്ദ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദൗലത്പൂർ ചൗക്ക് പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ വന്നിട്ട് നമ്മളിതിന് കയറും. നമ്മളിതിൻ്റെ സ്ലീപ്പറിനാണ് പോകുന്നത്. ഇത് S2 S1 നമ്മുടെ സീറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലോക്കോ നിങ്ങൾ കണ്ടോ, വഡോദരയുടെ ഒരു WP5 ആയിരുന്നു ലോക്കോ കേട്ടോ, P5 ആണ് ലോക്കോ. അപ്പോൾ ഇതിനാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യം ഈ വണ്ടിക്ക് കയറി ദൗലത്പൂർ ചൗക്ക് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഞാൻ അവിടെ നോക്കിയപ്പോഴേക്കും പ്രത്യേകിച്ച് ആ റൂട്ടിലൊന്നും കാണാനുമില്ല. അതുമല്ല അവിടെ ഭക്ഷണം കിട്ടാൻ ഒരു വഴിയുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ റിവ്യൂ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി, അതിൽ എല്ലാവരും റിവ്യൂ ഇട്ടേക്കുന്ന ആ സ്റ്റേഷനിൽ ഒരു കാറ്ററിംഗ് കടയോ ഒരു വെള്ളം കിട്ടുന്ന കട പോലും ഇല്ലെന്ന് പോരെ. അങ്ങനത്തെ സ്റ്റേഷനിലാണ് ഈ വണ്ടി പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയാൽ അങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഉന എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും.
സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. ഇതിന് കയറി അങ്ങോട്ട് പോയാൽ ഒന്നും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ പുറത്താണെങ്കിലും ഒന്നുമില്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. വെറുതെ എന്തിനാ പോയി മുഞ്ചുന്ന, അതിലും ഭേദം ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. ഈ വണ്ടി ഇവിടെ നിന്നുകൊണ്ട് എടുത്ത് തിരിച്ച് ദൗലത്പൂർ ചോക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മറ്റേ നങ്കൽ ഡാം ബാക്കഡ റെയിൽവേയുടെ നിങ്ങൾ വീഡിയോ കണ്ടു കാണാൻ തോന്നുന്നു. അത് എടുക്കാൻ പറ്റിയില്ല, നമുക്ക് ഭയങ്കര ഒരു മിസ്സായിരുന്നു അത്. നമ്മൾ ആ ഒരു സംഭവം ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഈ ഒരു ഉന ഭാഗത്തേക്ക് നമ്മൾ വന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. നേരത്തെ ചണ്ഡീഗഡ് ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് മറ്റേ ഹൈഡ്രജൻ ട്രെയിൻ എടുക്കാൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ നൈസായിട്ട് പണി കിട്ടി. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു മെമു ആണ്. ഇത് അമ്പന്തോര പോകുന്നൊരു മെമു ആണ്. ഇതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റോപ്പുള്ള മെമു ഉണ്ട്. എവിടെ നിർത്തുന്നതുണ്ടോ? കറക്റ്റ് നടക്കത്തെ ട്രാക്ക്, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത ട്രാക്കിലാണ് ഈ വണ്ടി ഇവിടെ നിർത്തുന്നത്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരത് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഈ മെമു പോകാൻ വേണ്ടി വന്ദേ ഭാരതിനെ എവിടെയും പിടിച്ചിടാൻ പറ്റത്തില്ല. കാരണം വന്ദേ ഭാരത് ഹൈ പ്രയോറിറ്റി വണ്ടിയല്ലേ. അപ്പം മെമുവിൽ പോകുന്ന സാധാരണക്കാർ ഇവിടെ ഇറങ്ങി ട്രാക്ക് ഇറങ്ങി വേണേൽ പൊക്കോണം. എവിടെയെന്ന് വെച്ചാൽ വന്ദേ ഭാരതിന് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മറ്റേ ഇൻഡോർ വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടി 1.50 എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി വന്ദേ ഭാരത് വന്നിട്ട് ഈ ഒരു മെമു ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നമുക്ക് ഇതിനകത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു വിലയില്ല കേട്ടോ. അവരൊക്കെ ട്രാക്ക് ഇറങ്ങി വേണം പൊക്കോണം. നമുക്ക് എന്താ പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ? ഇപ്പോൾ ഇതേപോലെ ഇവർ ഈ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിൽ വല്ലതും നടത്തുവാണെങ്കിൽ വമ്പം പ്രശ്നമാവും. വേണേൽ ആൾക്കാരൊക്കെ പോയി സ്റ്റേഷൻ മാസ്റ്ററിനെ പോയി തെറി വിളിക്കും. അതുപോലെ പ്രശ്നമാവും. കാരണം ഇവർ ഈ കാണിച്ചത് ഒരു എത്തിക്കലായിട്ടുള്ള പരിപാടി അല്ല. കണ്ടോ, ഒരു സ്റ്റോപ്പുള്ള വണ്ടിയെ കൊണ്ട് മെയിൻ ലൈനിലാണ് നിർത്തുന്നത്. അത് പ്ലാറ്റ്ഫോം നിർത്താം. നമുക്ക് അത് വന്ദേ ഭാരത് പിടിച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ്. വന്ദേ ഭാരത് ഈ അമ്പന്തോരയിൽ നിന്ന് വരുന്ന വന്ദേ ഭാരതാണ്. അപ്പോൾ അത് അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ക്രോസിംഗ് സ്റ്റേഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇവിടെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടീനെ ഇവിടെ മെയിൻ ലൈനിൽ പിടിച്ചിട്ട് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ കയറിപ്പോവും. ഇതോ പറയാനെന്ന് നോക്കുക. നമ്മുടെ അവിടെ ആണെങ്കിൽ ആൾക്കാർ തെറി വിളിക്കുമെന്ന് വെച്ചാൽ ഉറപ്പാണ് തെറി വിളിക്കുമെന്ന്. സ്റ്റോപ്പുള്ള വണ്ടി ഇവിടെ നടുക്കുണ്ടാണോ നിർത്തുന്നത്? പ്ലാറ്റ്ഫോം അല്ലാത്ത ട്രാക്കിൽ കൊണ്ട് മോശമല്ലേ ഇങ്ങനെ കാണിക്കുന്നത്? ഇതാണ് അമ്പന്തോര ന്യൂഡൽഹി വന്ദേ ഭാരത്. ഇത് 1 മണിക്ക് അമ്പന്തോര എടുത്തിട്ട് ഇത് 6:25 ഇത് ന്യൂഡൽഹി എത്തും. 5 മണിക്കൂർ 25 മിനിറ്റ് 412 കിലോമീറ്റർ. ഇത് പോക്കാ പോകണം 4 ചെയ്ക്ക്. ഇത് 16 കാർ വന്ദേ ഭാരതാണ് കേട്ടോ. 16 കോച്ചുള്ള വന്ദേ ഭാരതാണേ. അത്യാവശ്യം തിരക്കുണ്ടാവും, അതുകൊണ്ടല്ലേ 16 കാർ ഇട്ടാക്കണേ. നമ്മൾ ജിന്ദിലേക്ക് പോകുന്ന ഗാന്ധിനഗർ എക്സ്പ്രസ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വണ്ടി തന്നെയാണ്. P5 ആണ് എൻ്റെ ലോക്കോ, WP5 കാണിച്ചു തരാം. AC അടുത്തുള്ള സ്ലീപ്പറിലാണ് നമ്മുടെ സീറ്റ് കേട്ടോ. S1 ഡോറിൻ്റെ അടുത്തുള്ള നമ്പറാണ് എൻ്റെ 80 കേട്ടോ. ഇവിടെ ആയിട്ട് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നോക്കൂ, നല്ല വൃത്തിയുണ്ട്. നല്ല പുത്തൻ കോച്ചാണ്. 2025 മേഡ് കോച്ച്. ഇത് വെസ്റ്റേൺ റെയിലുള്ള വണ്ടിയാണേ. ഈ വണ്ടി ആക്ച്വലി എങ്ങനെ വരുന്നതെന്ന് അറിയോ? ഇത് വെരാവൽ മെയിൻ്റനൻസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇത് വെരാവലിന് ഗാന്ധിനഗർ വരും. സോംനാഥ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ദൗലത്പൂർ ചൗക്കിലേക്കാണ് ഈ വണ്ടി വരുന്നത്. തിരിച്ചും അതുപോലെ തന്നെ വെരാവൽ പോകും. വെരാവലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. നല്ല മെയിൻറ്റൈൻഡ് വണ്ടിയാട്ടോ. നല്ല വൃത്തിയാണ്. നമുക്ക് നല്ല ചൂടാണ്. പക്ഷേ നമ്മൾ തിരിച്ചു പോകുന്ന ഭാഗമുണ്ടല്ലോ, ഗുജറാത്ത് ഭാഗത്ത് വമ്പ മഴ, അവിടെ പ്രളയമാണ്. ട്രെയിനെല്ലാം വഴി തിരിച്ചു വിട്ടാണ് പോകുന്നത്. നമുക്ക് പണിയൊന്നും കിട്ടായിരുന്നാൽ മതി. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടാണ്. അയ്യോ. അപ്പോൾ നമ്മളിനി പോകുന്നത് ചണ്ഡീഗഡ് ഭാഗത്തേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാമായിരുന്നു ഡാം കാണിക്കാമായിരുന്നു. അപ്പോൾ നങ്കൽ ഡാം നമുക്ക് ട്രെയിനിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. കാണിച്ചു തരാം. അത് മാത്രമല്ല, ഈ നങ്കൽ ഡാം കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു പുതിയൊരു റെയിൽവേ ലൈൻ പണിയുന്നുണ്ട്. ആ റെയിൽവേ ലൈൻ എങ്ങോട്ടേക്കാണെന്നറിയോ?
മണാലി വഴി ലേയിലേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. അത് കാണിച്ചു തരാം. അതവിടെ പണിത് അങ്ങോട്ട് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നാണ് ലൈൻ ഡൈവേർട്ടായി പോകുന്നത്. ബിലാസ്പൂർ, ഹിമാചലിലെ ബിലാസ്പൂർ കേട്ടോ. ബിലാസ്പൂർ മണാലി വഴി അത് ലേയിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ്. ആ റെയിൽവേ ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. പണിത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ മണാലിക്കും പോകാം, ലേയിലേക്കും പോകാം. പണിത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അതിൽ നിന്ന് അങ്കൽ ഡാം കഴിഞ്ഞിട്ടാണ് ആ റൂട്ട് വരുന്നത്. വണ്ടിയിൽ ആൾക്കാരൊക്കെ കയറുന്നത് ചണ്ഡീഗഡ് അംബാലയൊക്കെ ആകുമ്പോഴാണ്. എനിക്ക് ഇവിടെ നിന്ന് ജിന്ദ് വരെ പോകാനായത് 273 രൂപയാണ്. ഇത് ജിന്ദ് എത്തുന്നത് രാത്രി 9:30. പക്ഷേ ഇത് 9:30 എത്താറില്ല. ഇത് മിക്കപ്പോഴും 10:30, 11:00 ആവും എത്താൻ വേണ്ടി. അതാണ് ഒരു പ്രശ്നം. കാരണം ഈ വണ്ടി കുരുക്ഷേത്ര വഴിയാണ് പോകുന്നത്. അപ്പോൾ കുരുക്ഷേത്രയിൽ ഈ വണ്ടിക്ക് ലോക്ക് റിവേഴ്സലുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ലേറ്റ് ആവും. മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണിത് കുരുക്ഷേത്രത്തിൽ നിന്ന് വിടുന്നത്. അപ്പോൾ നോക്കാം എന്തായാലും. ലെറ്റ്സ് സീ. ഈ റൂട്ട് ചണ്ഡീഗഡ് വരെ സിംഗിൾ ലൈനാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഡബിൾ ലൈനാണ് കുരുക്ഷേത്ര വരെ. അവിടെ നിന്ന് കുരുക്ഷേത്ര കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല സ്പീഡുള്ള സെക്ഷനാണ്. 110 അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇവിടുത്തെ ചൂട് അറിയാമല്ലോ, ഭയങ്കര ഡ്രൈ ചൂടാണ്. ഈ ഭാഗമൊക്കെ നോർത്തേൺ റെയിൽവേ കേട്ടോ. നോർത്തേൺ റെയിൽവേയുടെ അംബാല ഡിവിഷനാണ് ഇതൊക്കെ. ഈ പോകുന്ന ഈ ചണ്ഡീഗഡൊക്കെ എല്ലാം അംബാല ഡിവിഷനാണ്. നമ്മളെ നങ്കൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നങ്കൽ ഡാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നങ്കൽ ഡാമിനെ പറ്റിയൊക്കെ. അപ്പോൾ നങ്കൽ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഡാമിൻ്റെ തൊട്ടടുത്തൂടെ നല്ല രസമാണത്. കാണിച്ചു തരാം. നമ്മൾ കയറിയ സ്ഥലം ഹിമാചൽ പ്രദേശായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം, നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് പഞ്ചാബിലേക്കാണ്. അപ്പോൾ ഇനി പഞ്ചാബാണ്. ഇനി കുറച്ച് ദൂരം അങ്ങോട്ടൊക്കെ. അംബാല വരെ പഞ്ചാബാണ്. അംബാല ഹരിയാനയിലാണല്ലോ. അപ്പോൾ പഞ്ചാബാണ് ഇനി കുറച്ച് ദൂരം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹരിയാനയിൽ കയറും. ജിന്ദ് ഉള്ളത് ഹരിയാനയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നങ്കൽ ഡാമിൻ്റെ തൊട്ട് സൈഡിൽ, നങ്കൽ ഡാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഡാമിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് പോകുന്നത് കണ്ടോ. അടിപൊളിയല്ലേ, ഇതൊരു സംഭവം കേട്ടോ. ഇത് നമുക്ക് താഴെയാണ്, അപ്പുറത്ത് കാണിച്ചു തരാം. ഇതാണ് ഡാം കണ്ടോ, അടിപൊളിയല്ലേ. ഡാമിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ നമ്മുടെ ട്രെയിൻ പോകുന്നതുകൊണ്ടോ. ഇത് രസമാണ്. ഡാമിൻ്റെ റിസർവോയറാണ് ആ കാണുന്നത്. സൂപ്പർ അല്ലേ. വളരെ കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ. പക്ഷേ രസമാണ്. ഡാമിൻ്റെ ഭാഗം ഈ ലെഫ്റ്റ് സൈഡിലും റോഡ് റൈറ്റ് സൈഡിലും. അതിൻ്റെ ഇടയ്ക്കൂടാണ് ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ. ആ റെയിൽവേ ട്രാക്ക്, നമ്മൾ ഈ വന്ന റെയിൽവേ ട്രാക്ക് മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ഡാമിൻ്റെ ആൾക്കാർ എന്തോ ഒരു പരാതി ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ റൂട്ടിൽ കൂടെ ട്രെയിൻ ട്രാഫിക് കൂടിയപ്പോൾ ഡാമിന് അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാമിൻ്റെ മറ്റേ അതോറിറ്റി അവരെന്തോ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും വഴിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കറിയാം എന്തുവാന്ന്. നമ്മളങ്ങനെ നങ്കൽ ഡാം സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇവിടെ ഒരു G12 ലോക്ക് കൊടുക്കുന്നുണ്ട് ഗുഡ്സ്. അങ്ങനെ നങ്കൽ ഡാമിലേക്ക് കയറുകയാണ്. വണ്ടി ഓൺ ടൈമാണ് കേട്ടോ. ഇവിടെ ഈ നങ്കൽ ഡാം സ്റ്റേഷനിൽ ഒരു പിറ്റ് ലൈനൊക്കെ ഉണ്ടോ. ഇതുണ്ടോ പിറ്റ് ലൈൻ കണ്ടോ. പക്ഷേ ആ പിറ്റ് ലൈനിൽ വണ്ടികളൊന്നും കയറാറില്ലെന്ന് തോന്നുന്നു. ആ പിറ്റ് ലൈനിൻ്റെ അവസ്ഥ കണ്ടിട്ടോ. ശരി, പിറ്റ് ലൈനൊക്കെ ഉണ്ട് ഇവിടെ. കോച്ചിൻ ഡിപ്പോ നങ്കൽ ഡാം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇവിടെ മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കാം. ഈ റൂട്ടിലൊരു മെയിൻ സ്റ്റേഷനാണ് ഈ നങ്കൽ ഡാം എന്ന് പറയുന്നത്. നങ്കൽ ഡാമും പിന്നെ നമ്മൾ കയറിയ ഊനയും. പക്ഷേ അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ നങ്കൽ ഡാം മാത്രമേ ഉള്ളൂ കേട്ടോ. 3 പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ലോക്കോ കയറ്റിയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ അത്യാവശ്യം ആൾക്കാരും കയറുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട്. ആ മണാലി ലേയിലേക്കൊക്കെ പോകുന്ന റെയിൽവേ ലൈൻ തിരിയുന്നത് ഇത് നങ്കൽ ഡാം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനായ ബനുപ്ലി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ ഇതിനു വേണ്ടി അവരൊരു ജംഗ്ഷൻ പോലാക്കണം. വലിയ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ പോലാക്കി ഒരു 3-4 ട്രാക്ക് എക്സ്ട്രാ ഒക്കെ പണിത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നാണ് ഈ മണാലി ലേയിലേക്കുള്ള റെയിൽവേ ട്രാക്ക് തിരിയുന്നത്. തൊട്ടടുത്ത സ്റ്റേഷൻ, ഈ നങ്കൽ ഡാം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷൻ. ഈ കാണുന്ന ലൈൻ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മണാലിക്ക് പോകുന്ന റെയിൽവേ ലൈൻ കണ്ടോ.
ഇത് ഇവിടുന്ന് ഈ ബനുപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ബിലാസ്പൂർ മണ്ഡി മണാലി വഴി ലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ അതാണ് ഈ തിരിഞ്ഞ് വരുന്നത്, കണ്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഷനുണ്ട്, ഈ സ്റ്റേഷനിൽ നിന്നാണ് ആ ലൈൻ തിരിയുന്നത്. അത് ട്രാക്കൊക്കെ വെച്ച് ഇലക്ട്രിക് പോസ്റ്റ് വരെ വെച്ചു പോരെ. അപ്പോൾ ഈ ലൈൻ വലിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ഇങ്ങനത്തെ ഈ അവസ്ഥയിൽ ഈ ട്രാക്കും ഇലക്ട്രിക് പോസ്റ്റ് എന്തായാലും കുറച്ച് അധികം ദൂരം കാണത്തില്ല. മീൻസ് അധികം ഉണ്ടാവും, പക്ഷേ അധികം ദൂരം കാണത്തില്ല. അപ്പോൾ ഒരു ഫേസ് ആയിട്ടായിരിക്കും ഈ ലൈൻ മിക്കവാറും ഓപ്പൺ ചെയ്യുന്നത്. ഒറ്റയടിക്ക് മണാലിയിലെ വരെ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ് ആ ലൈൻ തിരിയുന്നത്, കണ്ടോ? നോക്ക്, ആ ഒരു സ്റ്റേഷൻ കണ്ടോ, ഒരു വലിയൊരു ജംഗ്ഷനായിട്ട് മാറിയോ, കണ്ടോ? നോക്ക്, അടിപൊളിയില്ല, ഒരു യാർഡ് പോലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി ഭാവിക്ക് മണാലി പോവുകയാണെങ്കിൽ ഈ സ്റ്റേഷൻ തിരിഞ്ഞായിരിക്കും പോകുന്നത്. മണാലി ലേയിലേക്കൊക്കെ റെയിൽവേ ലൈൻ തിരിയുന്ന സ്ഥലമാണ് നമ്മളീ കണ്ടത്. അടിപൊളിയല്ലേ? ഇപ്പോൾ മണാലിക്കൊക്കെ ട്രെയിൻ തുടങ്ങി എന്തുമായിരിക്കും അവസ്ഥ? അടിപൊളിയായിരിക്കും. ഭയങ്കര ഡിമാൻഡ് ആയിരിക്കത്തില്ലേ മണാലി ലേയിലൊക്കെ ട്രെയിൻ തുടങ്ങിയാൽ? ആദ്യം ഒരു ഓടിക്കുന്ന വന്ദേ ഭാരത് ആയിരിക്കും, ഉറപ്പല്ലേ? അതുപോലെ മണാലി ഡൽഹി, അല്ല മണാലി ഡൽഹി ഓടിക്കൊന്നും അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. മണാലി ഡൽഹി വേണം ഓടിക്കാർക്ക്. എന്തായാലും ഫുള്ള് ടണലും സംഭവങ്ങളൊക്കെ ആയിരിക്കും അങ്ങോട്ട് പോകുമ്പോഴേക്കും. ലൈൻ തിരിയുന്ന ഇവിടെ നിന്നാണ്. സംഭവം കൊള്ളാം. നിങ്ങളത് ആലോചിച്ചൊക്കെ മണാലിയിലേക്കൊക്കെ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് മണാലിയിലേക്ക് ട്രെയിൻ വരണം. ഒന്നും വേണ്ട, നമ്മുടെ സമ്പർക്കാതെ മണാലിയിലേക്ക് എക്സ്റ്റെൻഡ് ആക്കിയാൽ മതി. സിമ്പിൾ അല്ലേ? അതിന് മണാലിയിൽ സൗകര്യം വേണം കേട്ടോ, അതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്പർക്കാന്തിയൊക്കെ മണാലിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അടിപൊളിയായിരിക്കും. ട്രിവാൻഡ്രം നോർത്ത് മണാലി സമ്പർക്രാന്തി. ഓ അടിപൊളി. ഇപ്പോൾ നമ്മൾ അനന്ത്പൂർ സാഹിബ് എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിഖ് മതസ്ഥരുടെ ഒരു മെയിൻ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു അനന്ത്പൂർ സാഹിബ് സ്റ്റേഷനടുത്തൊരു ഗുരുദ്വാര ഉണ്ട് അവിടെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വന്ദേ ഭാരത് അടക്കം എല്ലാ വണ്ടികൾക്കും ഈ ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് കാണും. ഇവിടെ നമുക്ക് ആ ഗുരുദ്വാര കാണാം കേട്ടോ. നോക്ക്, അതാണ് ആ ഗുരുദ്വാര. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ സ്റ്റേഷനിൽ ഇറങ്ങും കേട്ടോ. ചെറുതായിട്ട് നമുക്ക് ആ ഗുരുദ്വാര കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇതാണ് അനന്ത്പൂർ സാഹിബ് എന്ന് പറഞ്ഞ ഗുരുദ്വാര കേട്ടോ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരാണ് ഈ സ്റ്റേഷനിൽ മെയിനായിട്ട് വരുന്നത്. ഒരു മെയിൻ സ്റ്റേഷൻ കൂടാണ് ഈ റൂട്ടിലെ. ഇത് കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. നിങ്ങൾ ആ വണ്ടി കണ്ടാൽ തന്നെ അറിയാം, ഫുൾ ബംഗാളികളാണ് അതിനകത്ത്. കൊൽക്കട്ടയിൽ നിന്ന് അമ്പന്തോര വരെ പോകുന്ന ഗുരുമുഖി സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിയാണ്. ഇത് ഗുരുമുഖി ഇവൻ്റെ പേരട്ടോ. കൊൽക്കട്ടയിൽ നിന്ന് അമ്പന്തോര വരെ പോകുന്ന ഗുരുമുഖി സൂപ്പർ ഫാസ്റ്റ്. അതിവിടെ പിടിച്ചിട്ടേക്കായിരുന്നു നമ്മൾ വരാൻ വേണ്ടി. സ്റ്റേഷനൊക്കെ നല്ല കിടില സ്റ്റേഷനാണ് കേട്ടോ. എല്ലാം നല്ല സ്റ്റേഷനാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഇതാണ് അനന്ത്പൂർ സാഹിബ് സ്റ്റേഷൻ കേട്ടോ. പഞ്ചാബ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഓരോ ഗുരുദ്വാരകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഞ്ചാബിലെ രൂപ് നഗർ എന്നൊരു സ്റ്റേഷൻ കണ്ട് എത്തുവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് ചണ്ഡീഗഡിലേക്ക്. അപ്പോൾ രൂപ് നഗർ കഴിഞ്ഞാണ് മൊറിൻഡ ജംഗ്ഷൻ എന്ന സ്ഥലം വരുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൗലത്പൂർ ചൗക്കിലേക്കുള്ള ലൈൻ തിരിയുന്നൊരു സ്ഥലമേ. പുറത്ത് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായിട്ട് എൻ്റെ ഫോണൊക്കെ തിളച്ചിരിക്കുകയാണ്.
ഫോൺ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആക്കുന്നുണ്ട്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൺ നമ്മളൊന്ന് 4K റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോണെന്ന് പറഞ്ഞാൽ ചൂടാവും. അപ്പോൾ ഈ ചൂടും കൂടെ ആകുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഫോണിന് നല്ല പണിയാണ്. അപ്പോൾ ഈ മൊറിൻഡ ജംഗ്ഷനിൽ നിന്നും ആക്ച്വലി നമുക്ക് 3 റൂട്ടിൽ പോകാം. ഒരെണ്ണം ലുധിയാനയ്ക്ക് പോകുന്ന ലൈനാണ്, ലുധിയാന ജംഗ്ഷൻ പോകാം. പിന്നെ സിർഹിന്ദ് ജംഗ്ഷൻ എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ചണ്ഡീഗഡ് പോകാം. നമ്മൾ ചണ്ഡീഗഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ നങ്കൽ ഡാമിൽ നിന്ന് അമൃത്സറിലേക്ക് ഒരു വണ്ടിയുണ്ട്. ഈ അമൃത്സർ വണ്ടിയൊക്കെ പോകുന്നത് ഈ മൊറിൻഡേന്ന് ഈ മറ്റേ ലുധിയാന റൂട്ട് അങ്ങനെയാണ് പോകുന്നത്. ചണ്ഡീഗഡ് ഒന്നും കയറത്തില്ല, അങ്ങനെയാണ് പോകുന്നത്. സിംഗിൾ ലൈൻ ആണല്ലോ. അപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ നമ്മളെ ക്രോസിങ്ങിൽ പിടിക്കുവാണ്. ക്രോസിങ് ആണോ അതോ ഇനി ഇവിടെ എല്ലാം വർക്ക് വരെ നടപ്പുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് സ്റ്റേഷൻ പേര് കരാഡോ അങ്ങനത്തെ സ്റ്റേഷനാണ്. നമ്മുടെ ലൂപ്പ് ട്രാക്കിൽ കയറ്റി കേട്ടോ. ഏത് വണ്ടി നടത്തില്ല, ഏതോ ഒരു വണ്ടി വരാൻ വേണ്ടി പിടിച്ചിട്ട് ചണ്ഡീഗഡ് നിന്ന് അമൃത്സർ പോകുന്ന ഇന്റർസിറ്റിയാണ് ഇപ്പം അങ്ങോട്ട് പോയത്. അതിന് വേണ്ടി പിടിച്ചിട്ട കേട്ടോ. അപ്പോൾ ഇനി നമ്മളെടുക്കും. നമ്മളങ്ങനെ ചണ്ഡീഗഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചണ്ഡീഗഡിന് അടുത്തുള്ള മൊഹാലി എന്ന സ്ഥലമുണ്ടല്ലോ, മൊഹാലി എത്തുവാണ്. അപ്പോൾ ഈ മൊഹാലി സ്റ്റേഷൻ്റെ പേരെന്താണെന്ന് അറിയോ? SAS നഗർ മൊഹാലി എന്നാണ്. സാഹിബ് സാദ അജിത് സിംഗ് നഗർ മൊഹാലി. അപ്പോൾ ഈ സാഹിബ് സാദ അജിത് സിംഗ് എന്ന് പറയുന്നത് ഈ സിക്കാരുടെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ മൂത്ത മോനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു സ്റ്റേഷൻ അറിയപ്പെടുന്നത്, ഈ മൊഹാലി സ്റ്റേഷൻ. SAS നഗർ മൊഹാലി. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിവിടെ. ചണ്ഡീഗഡിൻ്റെ ഔട്ട്സ്കേർട്സ് ആണ് ഈ മൊഹാലി എന്ന് പറയുന്നത്. ഈ വണ്ടി കണ്ടോ, ഇത് മൊഹാലിയിൽ നിന്ന് ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റ് വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അതാണ് ഈ കിടക്കുന്നത്. അത് ഇവിടെ നിന്ന് ഇപ്പം വിടാൻ പോവാം. നമ്മളീ പോകുന്ന വണ്ടിയുടെ നമ്പർ 19412 എന്നാണ്. ഇതൊരു ഡെയിലി വണ്ടിയാണ്. അപ്പോൾ ഇത് പോകുന്നത് ഇവിടെ നിന്ന് ചണ്ഡീഗഡ്, അംബാല, പിന്നെ നമ്മൾ ജിന്ദ് ഇറങ്ങും. ജിന്ദ് കഴിഞ്ഞാൽ പിന്നെ ഇത് റിവാഡിന്ന് ഇത് മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു,
ജയ്പൂർ, വെളുപ്പിനെങ്ങാണ്ട് ജയ്പൂർ എത്തും. ജയ്പൂർ, പിന്നെ അജ്മീർ, പിന്നെ ഓക്കാറോളം വരുന്ന ആ റൂട്ടിൽ കയറും. അജ്മീർ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗാന്ധിനഗർ റൂട്ടിലേക്ക് കയറാം. അബു റോഡ്, ഗാന്ധിനഗർ. ഗാന്ധിനഗർ എത്തുന്ന നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ചണ്ഡീഗഡ് എന്ന് പറയുന്നത് 2 സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. നമ്മുടെ പഞ്ചാബിൻ്റെയും പിന്നെ ഹരിയാനയുടെയും. ഹരിയാനയുടെയും ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. പിന്നെ അതുമല്ല, ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി കൂടെയാണ്. അതാണ് ഈ ചണ്ഡീഗഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഒരു കാട്ടിലായിട്ടാണ്. അത് കുറച്ച് മാറിയാണ്. ഈ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഫുള്ള് കാട് പോലത്തെ സ്ഥലമാണോ. സിറ്റിയുടെ അടുത്തൊന്നുമല്ല, കുറച്ച് മാറിയാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. ഈ സ്റ്റേഷൻ ഇരിക്കുന്നതേ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ചണ്ഡീഗഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മാറിയാണ്. നമ്മളായിട്ട് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഓൺ ടൈമാണ് കേട്ടോ, ഡിലേ ഒന്നുമില്ല. വലിയൊരു വളവ് തിരിഞ്ഞാണ് നമ്മൾ ചണ്ഡീഗഡ് ജംഗ്ഷനിലേക്ക് കയറുന്നത്. നിങ്ങൾ ഇതിൻ്റെ സറൗണ്ടിങ് കണ്ടോ, ഫുള്ള് കാടാണ്. എനിക്ക് അതാണ് ഈ സ്റ്റേഷൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഈ സ്റ്റേഷന് ഫുള്ള് ആ ചുറ്റിനും കാട് പോലെയാണ്. നമ്മളങ്ങനെ ചണ്ഡീഗഡ് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സമയം 5:45 കേട്ടോ. പ്ലാറ്റ്ഫോം 1 ആണോ? 1 അല്ല, 1 അല്ല കേട്ടോ, 3 ആണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോം 3 ആണെന്ന് തോന്നുന്നു. നോക്കിങ്ങനെ 7 കയറുന്നുണ്ടോ, സ്വിച്ച് ചെയ്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി, അടിപൊളിയല്ലേ. പ്ലാറ്റ്ഫോം 1 ഏതോ ഒരു നല്ല റെഡ് കളറിലെ ഒരു ഡെമോ കിടക്കുന്നുണ്ടോ, നൈസല്ല കാണാൻ. ഡെമോ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ലുക്ക് ദൂരേന്ന്. അല്ല, പ്ലാറ്റ്ഫോം 2 ആട്ടോ. ആ ഡെമോ ഒന്ന് നോക്കി, കിടില സാധനം. ഇത് പുതിയ എന്തോ ഐറ്റം ആണെന്ന് തോന്നുന്നു കേട്ടോ. പുതിയതാണോ അതോ പെയിൻ്റ് അടിച്ചിറക്കിയാണോ? നൈസ് സാധനമല്ലേ, നമുക്ക് നല്ല ഭംഗിയുണ്ടായി ഡെമോ കാണാൻ വേണ്ടി. കൊള്ളാം കേട്ടോ. ഇതെന്തോ പെയിൻ്റ് അടിച്ചിറക്കിയ ഐറ്റമാണ്. കൊള്ളാം അല്ലേ, നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. സാധാരണ ഡെമോനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ കഴിഞ്ഞ ദിവസം സമ്പർക്രാന്തിക്കാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് ഈ ചണ്ഡീഗഡ് ജംഗ്ഷനിൽ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നങ്കലിലേക്ക് പോവുമായിരുന്നു. നങ്കലിൽ പോയിട്ട് നൈസായിട്ട് പോയി ചമ്മയിട്ട് തിരിച്ചു വരുന്ന വഴിയാണിത്. അയ്യോ ദൈവമേ. ഇങ്ങനെ നമ്മൾ ചണ്ഡീഗഡ് എത്തി. ഇനി അടുത്തത് അംബാലയാണ് കേട്ടോ, അംബാല. ചണ്ഡീഗഡിൽ നിന്നും വൈകിട്ട് 6 മണിക്ക് അങ്ങനെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് പുറകിൽ കൽക്ക ശതാബ്ദി ഉണ്ട് കേട്ടോ. കൽക്കയിൽ നിന്നും ഡൽഹിക്ക് പോകുന്ന ശതാബ്ദി. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയാണ് ഇവിടെ പ്ലാറ്റ്ഫോം 1 കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഈ ഷിംലയ്ക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ടോയ് ട്രെയിൻ, അത് ഈ കൽക്ക സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഈ കൽക്കയിലേക്കുള്ള ലൈൻ തിരിയുന്നത് ചണ്ഡീഗഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ കൽക്കയിൽ നിന്നും വരുന്ന ഒരു ശതാബ്ദി ഇപ്പോൾ നമ്മുടെ തൊട്ട് പുറകിൽ ഇവിടെ വരും കേട്ടോ. ഓട്ടയൊന്നും അടിക്കത്തൊന്നുമില്ല, അത് നമ്മുടെ പുറകിലാണ് വരുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഡബിൾ ലൈനാണ്. കുരുക്ഷേത്ര വരെ മിക്കവാറും ഡബിൾ ലൈൻ ആയിരിക്കും കേട്ടോ. അവിടെ നിന്ന് പിന്നെ സിംഗിൾ ലൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, എന്തായാലും അടിച്ചു വിട്ട് പോവാണ്. നേരത്തെ നല്ല സ്പീഡായിരുന്നു, ഇപ്പോഴും നല്ല സ്പീഡ് തന്നെയാണ് കേട്ടോ. നല്ല ചൂടാ, ഭയങ്കര ചൂടാ. ടീറ്റിമാർ നല്ല ചെക്കിംഗ് ആണ്, ആരെയും ഇവിടെ ഇരുത്തുന്നില്ല, എല്ലാത്തിനും പറഞ്ഞു വിടുവാണ്. വലിയ ആളൊന്നും കയറിയിട്ടൊന്നുമില്ല. അംബാലയൊക്കെ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ കയറും. ചണ്ഡീഗഡിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമുള്ള അംബാലയിലേക്ക്.
നമ്മൾ അംബാല കയറുകയാണ്. അപ്പോൾ ഈ ലൈൻ കേട്ടോ, ഇത് ലുധിയാനിൽ നിന്ന് വരുന്ന ലൈനാണ്. അങ്ങനെ നമ്മൾ കണ്ട് അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സമയം 6:45 നമ്മൾ ഇനി ഇവിടുന്ന് കുരുക്ഷേത്ര പോകും. കുരുക്ഷേത്രം ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. അവിടെ നിന്ന് ലോക്കോ റിവേഴ്സിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജിന്ദിലേക്ക് പോകുന്നത്. അപ്പോൾ ജിന്ദ് പോകുന്നത് നർവാണ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ജിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് വരുന്ന റൂട്ടുണ്ടല്ലോ, ഹിമസാഗർ എക്സ്പ്രസ് ഒക്കെ ജിന്ദ് വഴിയാണ് പോകുന്നത് ഖത്രയിലേക്ക്. അപ്പോൾ ശരിക്കും ഡൽഹി ഫാസിൽക്ക റൂട്ടാണത്. അപ്പോൾ അതിലുള്ളൊരു സ്ഥലമാണ് ഈ ജിന്ദ് എന്ന് പറയുന്നത്. ഒരു വന്ദേ ഭാരത് കണ്ട് ദൂരേന്ന് വരുന്നത്, അത് ഡൽഹിയിൽ നിന്ന് ഫിറോസ്പൂർ പോകുന്നൊരു വന്ദേ ഭാരതാണേ. എനിക്ക് തോന്നുന്നു അത് ഇറങ്ങി വരാൻ വേണ്ടി അതൊന്നും നമ്മളിവിടെ പിടിച്ചത്. പ്ലാറ്റ്ഫോം ഫ്രീ കാണത്തില്ല. അപ്പോൾ ഡൽഹി ഫിറോസ്പൂർ വന്ദേ ഭാരത് കണ്ട് ഇറങ്ങി വരുന്നത്. ഫ്രണ്ടിലത്തെ ആ ഭാഗത്ത് വന്ദേ ഭാരത് എന്ന് എഴുതാറില്ല, പക്ഷേ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ അവരിനി എക്സ്ട്രാ എഴുതിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. പട്ടാളത്തിൻ്റെ വണ്ടി കിടക്കുന്നത് കണ്ടോ, കണ്ടോൺമെൻ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് പട്ടാളത്തിൻ്റെ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സ്റ്റേഷൻ അടുത്തുണ്ടോ. പട്ടാളത്തിന് എന്തൊക്കെയോ വണ്ടി കിടപ്പുണ്ടോ അവിടെ. കുറേ ട്രാക്കൊക്കെ സ്വിച്ച് ചെയ്താണ് നമ്മൾ അംബാല കണ്ടോൺമെൻറ്റിൽ കയറുന്നത്. കാരണം ഇത് വലിയൊരു സ്റ്റേഷനാണേ, ഇഷ്ടംപോലെ ട്രാക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പയ്യാണ് നമ്മൾ കയറുന്നത്. 6:45 ഇപ്പോൾ സമയം. അങ്ങനെ നമ്മൾ അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ എത്തി. ഇത് സംസ്ഥാന ഹരിയാനയാണ്. നമ്മൾ ഇത്ര നേരം വന്ന പഞ്ചാബായിരുന്നു. നമ്മൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങി പഞ്ചാബ് കയറി ഇപ്പോൾ ഹരിയാനയിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇനി ഹരിയാന ആയിരിക്കും. നമ്മൾ ജിന്ദ ഉള്ളത് ഹരിയാനയിലാണേ. ഇതുണ്ട് പ്ലാറ്റ്ഫോമിന് നടക്കിയതുണ്ട് ഒരു ഡയമണ്ട് ക്രോസിംഗ് പോലെ. ഇതുള്ളല്ലോ സംഭവം, അത് പിടിച്ചു കേട്ടെ, കൊള്ളാല്ലേ, ഒരു ഡയമണ്ട് ക്രോസിംഗ് പോലത്തെ ഒരു സംഭവം, അടിപൊളിയത്. നമ്മളാണ്ട് എടുത്തു കേട്ടോ, ഇവിടുന്ന് അംബാലയിൽ നിന്ന് എടുത്തു. അപ്പുറത്തെ വണ്ടി ഇടുന്നുണ്ടോ, അത് അമൃത്സർ ശതാബ്ദി കേട്ടോ. ന്യൂഡൽഹിയിൽ നിന്നും അമൃത്സർ പോകുന്ന ശതാബ്ദി എക്സ്പ്രസ്. എന്തോ ഒരു ശതാബ്ദി അല്ലേ, കൽക്ക ശതാബ്ദി, ചണ്ഡീഗഡ് ശതാബ്ദി, അമൃത്സർ ശതാബ്ദി, അമൃത്സർ പോകുന്ന ശതാബ്ദി. അമൃത്സർ തന്നെ 2 കണ്ടുണ്ടെന്ന് തോന്നുന്നു. സ്വർണ്ണ ശതാബ്ദിയും പിന്നെ സാധാ ശതാബ്ദിയും, അങ്ങനെ പല പേരിലും ഇവിടെ ശതാബ്ദി ഓടുന്നത്. ഇവിടെ ക്രൂസ് ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വണ്ടി വിട്ടുടനെ തന്നെ ബ്രേക്ക് പിടിച്ചു. അപ്പോൾ ദൗലത്പൂർ ചൗക്കിൽ നിന്നും അംബാല വരെ ഒരു കുറവാണ് ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ മഹാഭാരത യുദ്ധം നടന്നെന്ന് വിശ്വസിക്കുന്ന കുരുക്ഷേത്ര ജംഗ്ഷനിലേക്കാണ് കയറുകയാണ്. ആ കുരുക്ഷേത്ര തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹരിയാനയാണിത്. അപ്പോൾ കുരുക്ഷേത്ര ജംഗ്ഷനിലേക്ക് കണ്ട് കയറുകയാണ് കേട്ടോ. നമ്മുടെ മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. വേണ്ട ആ ലൈൻ കണ്ടോ, ഒരു ലൈൻ കണ്ടോ അവിടെ, ആ ലൈനിൽ കൂടെയാണ് നമുക്ക് തിരിച്ച് പോകേണ്ടത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ സ്റ്റേഷനിൽ കയറി ലോക്കോ തിരിച്ച് ഇനി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആയിരിക്കും നമ്മൾ പോകുന്നത്. ഒരു 1/2 മണിക്കൂർ സമയം എന്തായാലും എടുക്കും. ഇത് സിംഗിൾ ലൈൻ തന്നെ കേട്ടോ, അടിപൊളി. അപ്പോൾ ക്രോസിങ്ങിനൊക്കെ പിടിച്ചിടുമായിരിക്കും എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ. പക്ഷെ അധികം വണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം.
അവിടെ ആ മതിലൊക്കെ ഉണ്ട്, രാമായണത്തിൻ്റെ മറ്റേ യഥാ യഥാതി ധർമ്മസ്യ ആ സംഭവമൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ കുരുക്ഷേത്ര കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഏതോ ഇങ്ങനെ അറ്റത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റിയത്. ഇനി ഇവിടെ നിന്ന് ഇനി ലോക്കൊക്കെ തിരിച്ച് ഇനി ഏത് കാലത്ത് എടുത്തോണ്ട് പോകുമെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കൽക്ക ന്യൂഡൽഹി ശതാബ്ദി ഇല്ലേ, അത് കണ്ട് വരുന്നുണ്ട്. അത് കണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പുണ്ട് ഇതിന് കുരുക്ഷേത്രയിൽ. അപ്പോൾ അതിപ്പോൾ കാണിച്ചുതരാം. കണ്ട് ഇതാണ് നമ്മുടെ കൽക്ക ന്യൂഡൽഹി ശതാബ്ദി കേട്ടോ. ഷിംലയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് ഈ വണ്ടിയിലുണ്ടാവുന്നത്. അമ്മ എന്തോ ഹോണടിയായിരുന്നു. ഇതാണ് കൽക്ക ശതാബ്ദി. നമ്മുടെ P5 ലോക്കോ കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി മുന്നിൽ കൊണ്ട് പിടിപ്പിച്ച് ഇപ്പോൾ 7:45 കഴിഞ്ഞ സമയം, 8 മണി കഴിയും മിക്കവാറും വിടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഗാന്ധിനഗർ എക്സ്പ്രസ് ലോക്കോ റിവേഴ്സിൽ കഴിഞ്ഞ് കുരുക്ഷേത്രം എടുത്തിരിക്കുകയാണ്. 36 മിനിറ്റ് ലേറ്റ് ഉണ്ട്. ഇപ്പോൾ അരമണിക്കൂർ ലോക്കോ റിവേഴ്സിന് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ആ സ്റ്റേഷൻ നിങ്ങൾ കേട്ടോ, ഒരു പാലത്തിന്റെ മുകളിലായിരുന്നു ആ സ്റ്റേഷൻ കേട്ടോ. കുരുക്ഷേത്ര ഇതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനായിരുന്നു. നമുക്ക് അടിപൊളിയല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൊക്കെ വരുന്നത്. നമ്മുടെ ഗാന്ധിനഗർ എക്സ്പ്രസ് ഇപ്പോൾ പെഹോവ റോഡ് സ്റ്റേഷൻ കണ്ട് ലൂപ്പ് ട്രാക്കിലൂടെ സ്കിപ്പ് അടിക്കുകയാണ്. കാരണം ഇത് സിംഗിൾ ലൈൻ അല്ല. അപ്പോൾ മെയിൻ ട്രാക്കിൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഈ മെയിൻ ട്രാക്കിൽ ഒരു പാസഞ്ചർ കിടക്കുന്നുണ്ടോ. ഇതൊരു പാസഞ്ചറാണ്. ഇത് ജിന്ദിൽ നിന്നും കുരുക്ഷേത്രയ്ക്ക് പോകുന്നൊരു പാസഞ്ചറാണ്. അപ്പോൾ അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതോടെ നമ്മൾ ക്രോസിങ് നിർത്തി നമ്മൾ പയ്യെ സ്കിപ്പ് അടിച്ച് പോവുക കേട്ടോ. അതിനൊരു G9 ലോക്കോ ആണ് കേട്ടോ. ഇവിടെ ഉണ്ട് G9 പരിപാടി. ലോക്കോ ഇല്ലാത്തതുകൊണ്ട് G9 കൊടുക്കും ഇവരെടുത്ത്. ഇത് ജിന്ദ് കുരുക്ഷേത്ര പാസഞ്ചറാണ് കേട്ടോ. ജിന്ദിൽ നിന്നും കുരുക്ഷേത്ര വരെ പോകുന്ന. നമ്മളീ പോകുന്ന റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ആകെ 5 വണ്ടിയുള്ളൂ ഈ കുരുക്ഷേത്ര നർവാണ ജംഗ്ഷൻ സെക്ഷനിൽ. അപ്പോൾ ഇത് ചെറിയൊരു സെക്ഷനാണ്. അപ്പോൾ ഈ റൂട്ടിൽ ആകെ ഡെയിലി 5 വണ്ടിയുള്ളൂ. പിന്നെ ഒരു വണ്ടി ഉള്ളത് അത് ഞായറാഴ്ചയില്ല, അതൊരു മെമ്മു ആണ്. പിന്നെ ഉള്ളത് ഒരു ബൈ വീക്ക്ലി വണ്ടിയാണ്. അത് ചണ്ഡീഗഡ് നിന്ന് ഉദയ്പൂർ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റാണ്. പിന്നെ ഡെയിലി ഉള്ള എക്സ്പ്രസ് ട്രെയിൻ ആകെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ദൗലത്പൂർ ചൗക്ക് ഗാന്ധിനഗർ. ഈ നർവാണ എന്ന സ്ഥലം എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് കൈത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചെറിയ റൂട്ടിൽ കൂടെ വരുന്നത് കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഇതേപോലെ റൂട്ടൊക്കെ പെട്ട് കിടക്കുമ്പോൾ ഡൈവേർട്ടായി വിടാൻ പറ്റിയ റൂട്ടാണ്. കൊള്ളാം. എന്തോരം റൂട്ടാണ് ഇവിടെയൊക്കെ ഓരോരോ സ്ഥലത്തേക്കൊക്കെ. 38 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെ നർവാണ ജംഗ്ഷനിൽ കയറുക കേട്ടോ. ഇത് മെയിൻ ലൈനാണ്. അതായത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഖത്രയ്ക്ക് പോകുന്ന വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ്. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് ഒക്കെ ഇല്ല, അതൊക്കെ ഈ വഴിയാണ് പോകുന്നത്. ഈ നർവാണ ജംഗ്ഷനൊക്കെ കയറിയാണ് പോകുന്നത്. ഇവിടെ സ്റ്റോപ്പും ഉണ്ട് അതിന്. ഇപ്പോൾ നർവാണ ജംഗ്ഷൻ കയറി ഇവിടെ നിന്ന് ഇനി ഒരു 34 കിലോമീറ്ററുള്ള ജിന്ദ് ജംഗ്ഷനിലേക്ക്. ഡൽഹി ബട്ടിൻഡ റൂട്ടാണിത് കേട്ടോ. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ബട്ടിൻഡയ്ക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഞാനിനി അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂം എടുത്തിരിക്കുന്നത് ഈ ജിന്ദ് സ്റ്റേഷൻ 4 കിലോമീറ്റർ മാറിയാണ്. കാരണം 4 കിലോമീറ്റർ മാറിയ റൂമുള്ളൂ. കാരണം ജിന്ദ് സ്റ്റേഷൻ ഇരിക്കുന്നത് ജിന്ദ് ടൗണിന് കുറച്ച് മാറിയാണ്. അതാണ് മെയിൻ ഒരു പ്രശ്നം. റൂമിൽ പോയി എത്തുമ്പോൾ മിക്കവാറും 11 മണിയാവും. ഉറങ്ങി രാവിലെ എണീക്കണം. 7:40 നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ
അവിടെ നിന്ന് എടുക്കുന്നത്. ആകെ മൊത്തത്തിൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. സമയം ഇപ്പോൾ 10:10 രാത്രി. നമ്മളങ്ങനെ ജിന്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ഓരോ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഓരോ കാലാവസ്ഥയാണ്. ഇന്നലെ അത്രയും ചൂടില്ലായിരുന്നു, മിന്നാതെ മഴയായിരുന്നു. ഇന്ന് ഭയങ്കര ചൂട്. ഇനി നാളെ എന്താണോ എന്തോ ഒരു പിടിയില്ല. അങ്ങനെ നമ്മൾ ജിന്ത് ജംഗ്ഷനിലായിട്ട് കയറുകയാണ്. ഇതൊരു സാധാരണ കുഞ്ഞ് സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ കരുതി അത്യാവശ്യം, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് പോകാൻ വണ്ടി കിട്ടുമോ ഒരു പിടിയില്ല എന്തുവാന്ന്. അപ്പോൾ ഇതാണ് ജിന്ത് ജംഗ്ഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ തുടങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഇനി 7:40 വണ്ടി തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം ആളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 10:18 കേട്ടോ. സ്റ്റേഷനൊക്കെ സെറ്റപ്പാണ് കേട്ടോ. സ്റ്റേഷൻ സംഭവങ്ങളൊക്കെ ഞാൻ രാവിലെ കാണിക്കാം. സ്റ്റേഷനൊക്കെ കൊള്ളാം. അന്ന് ഹൈഡ്രജൻ ട്രെയിൻ തുടങ്ങിയ സമയത്തൊക്കെ സ്റ്റേഷനൊക്കെ ഇത് അടിപൊളിയാക്കിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ തിരിച്ചിനി റൂമിൽ പോട്ടെ. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് റൂമിലേക്ക്. അപ്പോൾ സ്റ്റേഷൻ സംഭവങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ റൂമിലെത്തി. ഭയങ്കര ടയേർഡായിപ്പോയി വെയിൽ കാരണം. ഇതൊരു റോങ് സ്ഥലം തോന്നുന്നു കേട്ടോ. ആൾക്കാരൊന്നും അത്ര വലിയ ഇതൊന്നുമല്ല. വരുന്ന വഴിക്കാണേലും ഒരുമാതിരി ഓട്ടോ പിടിച്ചാണ് വന്നത്. ഓട്ടോക്കാരനൊരു മുടയായിരുന്നു. വരുന്ന വഴിക്ക് ആൾക്കാരൊക്കെ റോഡിൽ കിടന്ന് എന്തൊക്കെയോ ബഹളം, ആകെ എന്തൊക്കെയോ റോങ്. എങ്ങനെയും വീഡിയോ എടുത്തിട്ട് സ്ഥലം വിടാൻ നോക്കുകയാണ്. എൻ്റെ ദൈവമേ. അപ്പോൾ ഇതാണ് മുറി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മുറിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ ഉണ്ട് അല്ലേ. സ്റ്റേഷൻ്റെ അടുത്തൊന്നും മുറിയോ കുന്തോ ഒന്നും ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ ഏക ഹൈഡ്രജൻ ട്രെയിൻ, അതിന് ഒരു പേരുണ്ട്, നമോ ഗ്രീൻ റെയിൽ, അതാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ വീഡിയോ ദിവസം കാണാം. ബൈ.